മോഹൻലാലായിട്ടോ പൃഥ്വിരാജൊക്കെ ഇവർ സംസാരിച്ചു ഈ വിവാദങ്ങൾ സ്വാഭാവികമായിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ട ഒരു സിനിമ വിവാദം ഉണ്ടായാലും അവർക്കുള്ള വിഷമം അവരുടെ പരസ്പരം പങ്കുവെച്ചിരുന്നു. അങ്ങനത്തെ ഒരാളല്ലല്ലോ. ലാലു ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പൃഥ്വിരാജ് ജാതിയനാണെന്നൊക്കെ. അല്ല, അവര് തമ്മിൽ ആ ഒരു വിവാദങ്ങളിലെ നിരാശ പങ്കുവെച്ചിരുന്നു. അല്ലല്ല, എനിക്കിപ്പോ തോന്നുന്നത് വെച്ചാൽ മോഹൻലാലിന്റെ ഡേറ്റ് വേണ്ടിയവരാണോ അതോ പൃഥ്വിരാജിന്റെ വളർച്ചയ്ക്ക് ഒരു തടയിടണമെന്ന് വിചാരിക്കുന്നവരാണോ? അത് ഇന്നലെ വേറെ ഒരാളുടെ ഒരു എന്റെ ഫോണിൽ കിടപ്പുണ്ട്, നാഷണൽ അവാർഡ് വരാൻ പോകുന്നു ചേച്ചി. അത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കുക. ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മള്? അതൊന്നും പൃഥ്വിരാജ് മൈൻഡ് ചെയ്യുന്ന ആളെ അല്ല കേട്ടോ. അവാർഡ് കിട്ടിയോ കിട്ടിയില്ലയോ, നല്ല പടമാണെങ്കിൽ നല്ല പടമാണെന്ന് പൃഥ്വിരാജ് ആരുടെ പടവും പറയും. സത്യം പറയാ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു ഇത് തോന്നിക്കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ മെഗാസ്റ്റാറിന്റെ ഇത് കണ്ടു, വിഷമിക്കണ്ട. അതാണ് മലയാളി എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത്, വേറെ ആരുമല്ല ശ്രീ മമ്മൂട്ടി. നിങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ള എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം. യാതൊന്നുമില്ല. ഒരു 2-3 മാസം വിശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സകൾ ചെയ്യുക, അദ്ദേഹത്തെ അത് കഴിഞ്ഞ് സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും. പോട്ടെ. ആ മനുഷ്യൻ ഇങ്ങനെ വിശ്രമവേളയിൽ പോലും, ദൈവമേ പെരുന്നാളായിട്ട് ഞാൻ പറയാണ്, എനിക്കൊരു മെസ്സേജ് അയച്ചു, പോസ്റ്റ് കണ്ടു, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതായത് ഒരു ആശ്വാസവചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി, അമ്മ, ആന്റി, അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അയച്ചത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ എന്റെ മക്കളോട് ഇന്നലെ രാത്രി പറഞ്ഞു, ഞാൻ മറക്കരുതെന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം ജാതിയും മതമൊന്നും നോക്കിയില്ല. ഇന്ന് പെരുന്നാളാണ്, വീട്ടിലെത്തി തിരക്ക് ഊഹിക്കാവല്ലോ. പോട്ടെ, എന്തെങ്കിലും ആട്ടെ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം എവിടെയോ ഇരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മല്ലികയ്ക്ക് പ്രയാസം തോന്നുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ? വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പുസ്തകത്തിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘത്തിന്റെയും ഒന്നും പേര് പറഞ്ഞൊന്നും പേടിപ്പിക്കരുത്. ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ്. ആ ദൈവീക ശക്തി ഞങ്ങളുടെ കൂടെ. മലയാള സിനിമയിലെ ഇത്രയും കാലഘട്ടങ്ങൾ, ഒരു വലിയ കാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ആളാണ്. ഇത്തരം ഒരു സിനിമ ഇറങ്ങുമ്പോൾ 17 വെട്ടൊക്കെ വെട്ടി അതിനകത്ത് പല ഭാഗങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഒരു സിനിമയെ കാണാതെ എന്നുള്ളത് ശരിയാ, എനിക്കതറിയില്ല കേട്ടോ. ശരിക്കും അത്ര ഇത് നിങ്ങൾ ഈ ന്യൂസിൽ പറയുന്നതാണ് 17 വെട്ട് വെട്ടിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് വെട്ട ഉണ്ടോന്നും എനിക്കറിയില്ല. അതൊന്നും വേണമെങ്കിൽ അന്വേഷിക്കാം, ഇവരോട് തന്നെ ചോദിക്കാം എത്ര വെട്ട് വെട്ടിയെന്ന് എനിക്കറിയില്ല. സംബന്ധിച്ചോ അങ്ങനെ റീഎഡിറ്റ് ചെയ്ത് ഇറക്കേണ്ടി വരുന്നതിനോട് താല്പര്യമുണ്ടോ വ്യക്തിപരമായി? ഫേസ്ബുക്കിൽ ആരും ഇട്ടിരിക്കുന്നുണ്ട് 17 വെട്ടെന്നൊക്കെ. പക്ഷെ അത് നമ്മൾ ഫേസ്ബുക്കിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്, നമുക്കത് കമന്റ് ചെയ്യാനൊക്കത്തില്ലല്ലോ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പടം കാണാൻ പോയപ്പോൾ പടം തുടങ്ങുന്നത് ഒരു വലിയ രാജകീയമായ ഒരു പ്രൗഢിയുള്ള ഒരു സ്ത്രീ, ഒരു മഹാറാണി, അദ്ദേഹയുടെ കൊട്ടാരത്തിൽ ഒരു അപകടം കഴിഞ്ഞ് വരുന്നവർക്ക് ആഹാരവും വിശ്രമിക്കാനുള്ള സ്ഥലവും കൊടുക്കും എന്ന് പറഞ്ഞൊരു നല്ല രീതിയിൽ തുടങ്ങുന്നു. ആ മഹാറാണിയുടെ മകനും അവരുമായിട്ട് വാക്തർക്കം വരുന്നു, അവരെ കൊലപ്പെടുത്തുന്നു. ഇതിന്റെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ കഥയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞുപോയി. ഇതിനിടെ കൂടെ ഞാൻ ഇത്ര മാരകമായ ചിന്തകളൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ നോക്കുകയാണ്. ഇവിടെ ഇതൊക്കെ കണ്ട് നമ്മൾ എത്ര സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു, പക വീട്ടലിന്റെ അതിന്റെ ഇതിനെല്ലാത്തിനും ജാതി തിരികെ കയറ്റാൻ പറ്റുമോ? അങ്ങനെ അത് ശരിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഈ കൊച്ചു പിള്ളേരടക്കം പഠിക്കേണ്ടതാണ്. ഈ നാട്ടിൽ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വളരണമെങ്കിൽ അവരുടെ പെരുമാറ്റം കൊണ്ടേ അവർക്ക് ആൾക്കാരുടെ വോട്ട് സ്വീകരിക്കാൻ നോക്കൂ. അല്ലാതെ പേടിപ്പിച്ചും അട്ടഹസിച്ചും ആക്രമണങ്ങൾ അതൊന്നും ചെയ്യരുത്. അത് ആ കുട്ടികൾക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി. ആരുടെ അതിനകത്ത് ഇങ്ങനെ വന്നു, ഇതിനകത്ത് ഇങ്ങനെ എഴുതി, മറ്റേ എല്ലാരെ കുറിച്ചും എല്ലാവരും ലോകപാട് നല്ല രീതിക്കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ മോനെ ഈ കലിയുഗത്തില്? ആരോടാ ഈ പറയുന്നേ? അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കുന്നതാണ് ഭേദം. പിന്നെ ഏതായാലും ശരി, മോഹൻലാലിന്റെ പോസ്റ്റ് കണ്ടു. എനിക്ക് മോഹൻലാൽ ഒരുപാട് വേദികളിൽ അവനെ പ്രശംസിച്ചിട്ടുള്ളതല്ലാതെ അവനൊരു ചതിയനാണെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല. ആന്റണി പെരുമ്പാവൂര് തീരെ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. വ്യക്തിപരമായി പൃഥ്വിരാജ് ഒരു നിരാശ അനുഭവിക്കുന്നുണ്ടോ ഈ ഉണ്ടായ വിവാദങ്ങളിൽ? ഉണ്ടോ അതോ വളരെ അവര് നിരാശ എന്ന് പറഞ്ഞ ഈ കാര്യം വലുതായിട്ട് അറിയാൻ വയ്യ സത്യം പറഞ്ഞാൽ. അതൊക്കെ നമുക്കൊക്കെയാണ് വയസ്സായതുകൊണ്ടായിരിക്കും. എനിക്ക് 10-70 വയസ്സായി.
നമുക്ക് നിരാശ. എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതെ വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതത്തിലൂടെ ജീവിച്ചു പോകുന്ന പൃഥ്വിരാജിനെ ഈ സെന്റർ ചെയ്തെന്ന് നമുക്ക് തോന്നും. അവൻ ഇതൊക്കെ കഴിഞ്ഞാൽ അടുത്ത പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അവൻ അഭിനയിക്കുന്ന പടത്തിന്റെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അത്ര സാരമായിട്ട് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. തമാശയും കാര്യങ്ങളൊക്കെ പറയാം, അമ്മ ഏതാന്ന് ചെയ്തമ്മേ, ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വിട്ടേക്കണം. അതിപ്പോ എല്ലാവരും എന്റെ മക്കളെ പോലെയാണ്, ഇന്ദ്രനെ പോലെ തന്നെയാണ് മുരളി ആന്റി ഇതൊക്കെ വേണം, ആന്റി ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും സിനിമത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരു വാക്കായിട്ട് വന്നു. പക്ഷെ മേജർ രവിയുടെ പോസ്റ്റ് മാത്രമാണ് എന്നെ കൊണ്ട് ഇന്നലെ ഈ പോസ്റ്റ് ഇടിക്കാനുള്ള ഒരു കാരണം. അതാണ്. ശരി, എന്തായാലും വളരെ വിശദമായി സംസാരിച്ചു. പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ വേഗത്തിൽ കെട്ടടങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിലേക്കായാലും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന വാസ്തവമാണ്. പക്ഷേ സിനിമയ്ക്കായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അതങ്ങനെ കത്തിക്കയറുന്നത് സ്വാഭാവികമാണ്. വളരെ നന്ദി ശ്രീമതി മല്ലിക സുകുമാരൻ